ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്താണ്. ഒരു ചർച്ചയില്ല. അല്ല, ഒരു ചർച്ചയില്ലെന്നേ. ഞാൻ അതിനെക്കുറിച്ചൊരു ചർച്ചയില്ല. ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച അധ്യായമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും തുറക്കുന്നത്. രാഹുൽ സഭയിലേക്ക് എത്തേണ്ടതില്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു പ്രതിപക്ഷ നേതാവ്. പക്ഷേ രാഹുൽ അത് വകവെച്ചില്ല. മാത്രമല്ല, രാഹുൽ സഭയിലേക്ക് എത്തിയാൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഓരോ ആരോപണങ്ങളുടെയും മുനയൊടിക്കാൻ ഭരണപക്ഷം എടുത്ത് പ്രയോഗിക്കുന്ന ആയുധം രാഹുലാകുമെന്ന കാര്യം മറ്റ് നേതാക്കളോട് പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തതാണ്. പക്ഷേ അതെല്ലാം അവഗണിച്ച രാഹുൽ സഭയിലേക്ക് എത്തി. രാഹുൽ നിയമസഭയിലേക്ക് എത്തിയത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിനും മുൻ ജില്ലാ അധ്യക്ഷൻ സുധീർ ഷാ പാലോടിനുമൊപ്പമാണ് എ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട തലസ്ഥാനത്തെ നേതാക്കൾ. രാഹുലിന്റെ നിയമസഭയിലേക്കുള്ള വരവിന്റെ കാര്യത്തിലും രാഹുലിനി പാലക്കാട് സജീവമാകുന്ന കാര്യത്തിലും പാർട്ടിയിൽ രണ്ടഭിപ്രായമുണ്ട് എന്ന് വ്യക്തം. എല്ലാവർക്കും സതീശിന്റെ അതേ അഭിപ്രായമല്ല. ഒരു സസ്പെൻഷൻ കാലാവധിയിൽ ഉള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്നുള്ളൊരു ബോധ്യം ഈ പാർട്ടിയുടെ നിരവധി കാലമായിട്ടുള്ളൊരു പ്രവർത്തന നിലയിൽ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല. രാഹുൽ വിഷയത്തിൽ രാഹുലിനെ പോലെ തന്നെ പ്രതിഷേധവും പഴിയും കേട്ടയാളാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന KPCCയുടെ നിർണായക യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. തൃശ്ശൂരിൽ മുഖംമൂടി ധരിച്ചു കൊണ്ടുപോയ KSU പ്രവർത്തകരെ കാണാനായി പോയതാണ് ഷാഫി. എന്തായാലും ഷാഫി പറമ്പിൽ രാഹുലിന്റെ സഭയിലേക്കുള്ള വരവിന്റെ വിഷയത്തിൽ പ്രതികരിച്ചത് കാണാം. പറയാനുള്ളതെല്ലാം പാർട്ടി അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ടത്രേ. പാർട്ടി എടുക്കേണ്ട നടപടികൾ എടുത്തിട്ടുണ്ട്. പോണോ വേണ്ടേന്ന് അയാൾക്ക് തീരുമാനിക്കാമെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞതിൽ കൂടുതൽ ഒരു വാക്കും അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. രാഹുലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും സഭയിൽ ഇന്ന് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. പക്ഷേ നാളെ അങ്ങനെയാകില്ല കാര്യങ്ങൾ. രാഹുലിനെതിരെ ഭരണപക്ഷത്തു നിന്നും കടുത്ത പ്രതിഷേധം ഉയരും. അപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പ്രതിരോധിക്കാൻ എത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും രാഹുലിന് സംരക്ഷണ കവചം ഒരുക്കാനില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ്. പക്ഷേ എല്ലാവരുടെയും നിലപാടതാണോ എന്നാണ് കണ്ടറിയേണ്ടത്. അമൽ തേൻപറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.